താമസിക്കുന്ന പ്രവാസി മലയാളികളാണോ നിങ്ങൾ? പ്രത്യേകിച്ച് അമേരിക്ക, കാനഡ, UK, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുകയും അതേസമയം ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളോ നിക്ഷേപങ്ങളോ സ്വത്തുക്കളോ ഉള്ളവരാണോ എങ്കിൽ ഈ വിവരങ്ങൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെ വിദേശ ഇന്ത്യൻ സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും സംബന്ധിച്ച ടാക്സ് റിപ്പോർട്ടിംഗ് ഇപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അമേരിക്കൻ ടാക്സ് നിയമപ്രകാരം നിങ്ങൾ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടോ നിക്ഷേപമോ സ്വത്തുക്കളോ ഉണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അത് അമേരിക്കൻ ടാക്സ് റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരാം. ഇത് കൃത്യമായി ചെയ്യാതെ പോയാൽ പിന്നീട് ടാക്സ് പ്രശ്നങ്ങളും പിഴകളും നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ പ്രവാസി മലയാളികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യം ഒന്ന് നോക്കാം. അമേരിക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ NRE, NRO, ഫിക്സഡ് ഡിപ്പോസിറ്റ് തുടങ്ങിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ അമേരിക്കൻ ടാക്സ് നിയമപ്രകാരം ചില സാഹചര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരാം. പ്രത്യേകിച്ച് വിദേശ ബാങ്ക് അക്കൗണ്ടുകളുടെ മൊത്തം ബാലൻസ് ഒരു നിശ്ചിത പരിധി കടന്നാൽ FBAR എന്ന റിപ്പോർട്ടിംഗ് റിക്വയർമെന്റ് ബാധകമാകാം. FBAR എന്നത് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് റിപ്പോർട്ട് എന്നാണ്. FINCEN ഫോം 114 വഴിയാണ് ഇത് സാധാരണയായി ഫയൽ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. $10,000 എന്ന പരിധി ഓരോ അക്കൗണ്ടിനും പ്രത്യേകം നോക്കുന്നില്ല. ഒരു വർഷത്തിനിടെ വിദേശ സാമ്പത്തിക അക്കൗണ്ടുകളുടെ മൊത്തം പരമാവധി ബാലൻസ് കണക്കിലെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ ഓരോ അക്കൗണ്ടിന്റെയും പരമാവധി ബാലൻസ് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. ഇനി FATCA കുറിച്ച് നോക്കാം. FATCA എന്നതിന്റെ പൂർണ്ണരൂപം ഫോറിൻ അക്കൗണ്ട് ടാക്സ് കോംപ്ലയൻസ് ആക്ട് എന്നാണ്. അമേരിക്കയ്ക്ക് പുറത്തുള്ള ചില സാമ്പത്തിക അക്കൗണ്ടുകളും ആസ്തികളും സംബന്ധിച്ച റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട നിയമമാണിത്. FBARഉം FATCA റിപ്പോർട്ടിംഗും ഒരേ കാര്യമല്ല. ചില സാഹചര്യങ്ങളിൽ രണ്ടും ബാധകമാകാം. അതുകൊണ്ട് ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ഉള്ള അമേരിക്കൻ പൗരന്മാരും ഗ്രീൻ കാർഡ് ഉടമകളും US ടാക്സ് റെസിഡൻസും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പ്രധാന വിഷയം ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളാണ്. അമേരിക്കൻ ടാക്സ് റൂൾ പ്രകാരം പല വിദേശ മ്യൂച്വൽ ഫണ്ടുകളും PFIC നിയമങ്ങളുടെ പരിധിയിൽ വരാം. ഇത്തരം നിക്ഷേപങ്ങൾക്ക് അമേരിക്കയിൽ പ്രത്യേക ടാക്സ് റിപ്പോർട്ടിംഗ് റൂൾസ് ഉണ്ട്. അതിനാൽ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമുള്ള അമേരിക്കൻ പ്രവാസികൾ അത് സാധാരണ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റായി മാത്രം കണക്കാക്കി ടാക്സ് റിട്ടേണിൽ ഒഴിവാക്കുന്നത് സുരക്ഷിതമല്ല. നിങ്ങളുടെ നിക്ഷേപത്തിന് PFIC റൂൾസ് ബാധകമാണോ എന്ന് ഒരു ക്രോസ് ബോർഡർ ടാക്സ് പ്രൊഫഷണലിനോട് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യത്തിലേക്ക് വരാം. നാട്ടിൽ വീട്, സ്ഥലം, ഫ്ലാറ്റ് തുടങ്ങിയ സ്വത്തുക്കൾ ഉള്ള പ്രവാസികൾ അവ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുകയുടെ ടാക്സ് ട്രീറ്റ്മെന്റ് ഇന്ത്യയിലും അമേരിക്കയിലും വ്യത്യസ്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രോപ്പർട്ടി വിൽക്കുന്നതിന് മുൻപ് തന്നെ രണ്ട് രാജ്യങ്ങളിലെയും ടാക്സ് പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി റിട്ടയർമെന്റ് സേവിങ്സിന്റെ കാര്യവും ശ്രദ്ധിക്കണം. അമേരിക്കയിൽ 401k, ട്രഡീഷണൽ IRA, റോത്ത് IRA തുടങ്ങിയ റിട്ടയർമെന്റ് അക്കൗണ്ട് ഉള്ളതുപോലെ ഇന്ത്യയിൽ EPF, NPS തുടങ്ങിയ റിട്ടയർമെന്റ് സേവിങ്സ് ഉള്ള പ്രവാസികളും നിരവധിയാണ്. ഇത്തരം അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിലും അമേരിക്കയിലും ടാക്സ് ട്രീറ്റ്മെന്റ് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതിനാൽ ഒരു റിട്ടയർമെന്റ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് മുൻപ് അത് ഏത് രാജ്യത്ത് എങ്ങനെ ടാക്സ് ബാധിക്കും എന്ന് പരിശോധിക്കണം. ഇനി സെക്ഷൻ 89A പോലെയുള്ള ഇന്ത്യൻ ടാക്സ് പ്രൊവിഷന്റെ കാര്യവും ശ്രദ്ധിക്കണം. ചില വിദേശ റിട്ടയർമെന്റ് അക്കൗണ്ടിൽ നിന്നുള്ള വരുമാനത്തിന് ഇന്ത്യയിലെ ടാക്സ് ട്രീറ്റ്മെന്റ് സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥകളുണ്ട്. യോഗ്യതയുള്ള സാഹചര്യങ്ങളിൽ ആവശ്യമായ ഫോം സമർപ്പിക്കേണ്ടി വരാം. അതിനാൽ അമേരിക്കയിലെ റിട്ടയർമെന്റ് അക്കൗണ്ട് മാത്രം നോക്കാതെ ഇന്ത്യയിലെ ടാക്സ് റിട്ടേണിലും അതിന്റെ പ്രത്യാഘാതം എന്താണെന്നും പരിശോധിക്കണം. ഇനി ഡബിൾ ടാക്സേഷന്റെ കാര്യത്തിലേക്ക് വരാം. ഒരു വരുമാനത്തിന് ഇന്ത്യയിലും അമേരിക്കയിലും ടാക്സ് വരുമ്പോൾ രണ്ട് രാജ്യങ്ങളിലും മുഴുവൻ തുകയും വീണ്ടും ടാക്സ് ആയി നൽകേണ്ട സാഹചര്യവും ഒഴിവാക്കാൻ ടാക്സ് ട്രീറ്റി, ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ചില സാഹചര്യങ്ങളിൽ സഹായിക്കാം. എന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്ന ഒന്നല്ല. യോഗ്യത, വരുമാനത്തിന്റെ സ്വഭാവം, ടാക്സ് ട്രീറ്റി, പ്രൊവിഷൻ തുടങ്ങിയവ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഫോം 1116 പോലെയുള്ള ഫോം ബാധകമാണോ എന്നും വിദഗ്ധരോട് പരിശോധിക്കണം. ഇനി നാട്ടിലേക്ക് പണം അയക്കുമ്പോഴും ശ്രദ്ധ വേണം. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ TDS അല്ലെങ്കിൽ TCS പോലെയുള്ള ടാക്സ് പ്രൊവിഷൻസ് ബാധകമാകാം. പ്രത്യേകിച്ച് പ്രോപ്പർട്ടി സെയിൽ, NRO അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇൻകം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വലിയ തുകകൾ വിദേശത്തേക്ക് മാറ്റുമ്പോൾ ആവശ്യമായ ടാക്സ് ഡോക്യുമെന്റേഷൻ കൃത്യമായി തയ്യാറാക്കണം. ഫോം 15CA, ചില സാഹചര്യങ്ങളിൽ ഫോം 15CB എന്നിവയും ആവശ്യമായി വരാം.
ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിനോട് പരിശോധിച്ച ശേഷം ചെയ്യുന്നതാണ് സുരക്ഷിതത്വം. ഇനി പ്രവാസി മലയാളികൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, ഇന്ത്യയിലെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിക്ഷേപങ്ങളുടെയും രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. രണ്ടാമതായി, നിങ്ങൾ NRI ആയതിനു ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റസ് ശരിയായി മാറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. പ്രത്യേകിച്ച് പഴയ റെസിഡന്റ് സേവിങ്സ് അക്കൗണ്ട് ഇപ്പോഴും അതേ രീതിയിൽ തുടരുന്നുണ്ടോ എന്ന് ബാങ്കുമായി പരിശോധിക്കുക. മൂന്നാമതായി, ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക്, റിട്ടയർമെന്റ് അക്കൗണ്ട് തുടങ്ങിയ നിക്ഷേപങ്ങൾ അമേരിക്കൻ ടാക്സ് റൂൾ പ്രകാരം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. നാലാമതായി, ഇന്ത്യയിലും അമേരിക്കയിലും ടാക്സ് ബാധകമാകുന്ന വരുമാനങ്ങൾക്ക് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാനുള്ള നിയമപരമായ വഴികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. അഞ്ചാമതായി, ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് വലിയ തുക മാറ്റുന്നതിന് മുൻപ് ടാക്സ് ഡോക്യുമെന്റ്, TDS, TCS ഫോം 15CA, 15CB തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരേ ടാക്സ് റൂൾ ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ സിറ്റിസൺഷിപ്പ്, ടാക്സ്, റെസിഡൻസി, ഗ്രീൻ കാർഡ് സ്റ്റേറ്റസ്, വരുമാനത്തിന്റെ സ്വഭാവം, ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ, അക്കൗണ്ടുകളുടെ തുക തുടങ്ങിയ കാര്യങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ മാറാം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു പൊതുവായ വിവരത്തെ മാത്രം ആശ്രയിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയോ വലിയ സാമ്പത്തിക ഇടപാട് നടത്തുകയോ ചെയ്യരുത്. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഇമിഗ്രേഷൻ സാമ്പത്തിക വിവരങ്ങൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.